ഹലോ ഗൈസ്, അപ്പോൾ അനിമെൻ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വൺ പീസിൻ്റെ ചാപ്റ്റർ 1124 മലയാളം എക്സ്പ്ലനേഷനാണ് ചെയ്യാൻ പോകുന്നത്. എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ വൺ പീസ് മാങ്ക ഫോളോ ചെയ്യുന്ന മാക്സിമം ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി ഒരുപാട് വീഡിയോസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വൺ പീസിന്റെ ലൈവ് ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓട കുറച്ച് തിരക്കിലായത് കാരണം വളരെ ഷോർട്ടായിട്ടുള്ളൊരു ചാപ്റ്ററാണ് ചാപ്റ്റർ 1124. ചാപ്റ്ററിന്റെ പേര് ബെസ്റ്റ് ഫ്രണ്ട്, ഉറ്റ സുഹൃത്ത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. അപ്പോൾ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ വേൾഡ് എക്കോണമി ന്യൂസിന്റെ ഒരു ഫ്ലൈയിങ് സെറ്റപ്പ് ഉണ്ടല്ലോ, മോർഗന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, അത് കാണിച്ചുകൊണ്ടാണ് നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ മോർഗൻ കുറേ ന്യൂസ് കിട്ടി ഇപ്പം നടന്ന സംഭവങ്ങൾ വെച്ചിട്ട്. അപ്പോൾ പുള്ളി ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഇപ്പം തന്നെ വെഗാപങ്കിന്റെ ബ്രോഡ്കാസ്റ്റ് കേട്ടിട്ട് ലോകം ഫുള്ള് പേടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ പേടിച്ചിരിക്കുന്ന ലോകത്തിനെ ഒന്നുകൂടെ കൂടുതൽ പേടിപ്പിക്കാം. അങ്ങനെ ഈ വേൾഡ് എക്കോണമി ന്യൂസിൻ്റെ ഒരുപാട് ന്യൂസ് പേപ്പേഴ്സ് അങ്ങനെ വിറ്റഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ആകെ ഭയങ്കര ബിസിനസ് മാത്രം നോക്കി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വിവി പറയുന്നുണ്ട്, എന്തൊരു മനുഷ്യനാണ്, വെഗാപങ്ക് പോലും ലോകത്തിലുള്ളവർക്ക് കുറച്ച് പ്രതീക്ഷ നൽകിയിട്ടുണ്ട്. അതായത് ഹ്യൂമാനിറ്റിയിൽ വിശ്വാസമുണ്ട്, സയൻസ് വിശ്വാസമുണ്ട്, ഒരു ഹോപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവൻ അതുപോലും ചെയ്യുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ മോർഗൻ നമ്മുടെ വിവിയെ എടുത്ത് ദേഷ്യപ്പെട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നിൻ്റെ കാര്യം മാത്രം നോക്കു വേണേ, ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പുറത്ത് എക്സ്പോസ് ചെയ്യും, നിങ്ങളുടെ ജീവൻ അപകടത്തിലാവും എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വിവി പറയാണ്, നീ എന്തൊക്കെ കള്ളത്തരമായിരുന്നു നീ വിളിച്ചു പറയുന്നതെന്നറിയാവോ, നീ പറയുന്നതൊന്നും ബുദ്ധിയുള്ളവരാരും നിൻ്റെ ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കില്ല, കള്ളത്തരങ്ങളൊന്നും വിശ്വസിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വാപ്പോൾ ആകെ പേടിച്ചിരിക്കുകയാണ്. വാപ്പോൾ വന്നിട്ട് വിവിയോട് പറയുന്നുണ്ട്, വിവി ചുമ്മാ ഇവൻ്റെ അടുത്ത് ഉടക്കാൻ നിൽക്കരുത്, ഇപ്പം നമ്മൾ സേഫായിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ, അപ്പോൾ ഇവിടെ നമ്മളെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലായി പോകുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം മോർഗൻ ബാക്കി ന്യൂസിലേക്ക് ഇങ്ങനെ പോവാണ്. കിട്ടിയ ന്യൂസൊക്കെ ഇപ്പം തന്നെ നമ്മൾ ചൂടപ്പം പോലെ ലോകത്ത് ഫുള്ള് വിറ്റഴിക്കണം എന്ന് കഴിഞ്ഞാൽ ഇപ്പോഴേ ഇതിന് പ്രസക്തിയുള്ളൂ. ലോകം ഫുള്ള് വെഗാപങ്ക് പറയുന്ന പോലെ ലോകം ഫുള്ള് മുങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഈ ന്യൂസ് കൊണ്ടൊന്നും ഒരു ഗുണമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ മോർഗൻ്റെ ഈ ഹെഡ് ക്വാർട്ടേഴ്സ് ആകാശത്തായതുകൊണ്ട് തന്നെ മോർഗൻ സേഫാണ്. അപ്പോൾ ഇനിയും വരാൻ പോകുന്ന എൻ്റെ ലോകമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് വിവിയോട് പറയാണ്, അപ്പോൾ എൻ്റെ അടുത്ത് മര്യാദയ്ക്ക് നിന്നോണം, എന്നോടിങ്ങനെ എതിർത്ത് സംസാരിക്കാനൊന്നും നിൽക്കരുതെന്ന് ഇങ്ങനെ വിവി എടുത്ത് പറയാണ്. അപ്പോൾ വിവി പറയാണ്, ഇപ്പോൾ ലോകം അവസാനിക്കാൻ പോയാലും എനിക്കൊന്നുമില്ല, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, എൻ്റെ നിലപാട് ഞാൻ എന്തായാലും പറയും, ഞാൻ ചത്തുപോയാലും എനിക്കൊന്നും ഒരു പ്രശ്നമല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മോർഗൻ പിന്നെ ന്യൂസിലേക്ക് പോവാണ്. നമുക്ക് കിട്ടിയേക്കുന്ന സ്റ്റോറീസ് എന്ത് നല്ല ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, അതിലേക്ക് പോവാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വാപ്പോൾ പുറകെ നിന്നിട്ട് വിവിയോട് പറയുന്നുണ്ട്, വിവി ഒന്ന് അടങ്ങെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വാപ്പോൾ ഇങ്ങനെ പുറകെ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ മോർഗൻ ആ ന്യൂസിനെ പറ്റി ഇങ്ങനെ പറയുന്നത് കേൾക്കാം. അതായത് ബ്ലാക്ക് ബിയർഡും ലോയും തമ്മിലുള്ള ഒരു ഫൈറ്റ്, അതേപോലെ തന്നെ ഷാങ്സും കിഡും തമ്മിലുള്ളത്, പിന്നെ അതേപോലെ തന്നെ ലൂഫി വെഗാപങ്കിനെ കൊന്നു കളഞ്ഞു എന്നൊക്കെയാണ് ന്യൂസ് കൊടുക്കുന്നത്. അപ്പോൾ അവിടുന്ന് വിവിയുടെ സൗണ്ട് നമുക്ക് കേൾക്കാം, എടാ കള്ളത്തരം എഴുതി വിടാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. പിന്നെ നമ്മളെ എഗ്ഹെഡാണ് കാണിക്കുന്നത്. എഗ്ഹെഡിലെ മറീൻസ് എല്ലാം ഇങ്ങനെ ആകെ കുഴഞ്ഞു വീണ് കിടക്കുകയാണല്ലോ. അപ്പോൾ അങ്ങോട്ടേക്ക് അക്കൈനു വിളിക്കുന്നുണ്ട്, ആരും ഇല്ലേ, എന്താ എല്ലാവരും ചത്തോ, ആരും ഫോൺ എടുക്കാത്തതെന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ നമ്മൾ സെൻറ്റോമാരു എഗ്ഹെഡ് വിട്ടു പോകുന്നത് കാണിക്കുന്നുണ്ട്. സെൻറ്റോമാരു ആകെ വിഷമിച്ച് ഒരു ചെറിയ ബോട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആ ഒഹാരയെന്ന് റോബിൻ പോയല്ലോ, രക്ഷപ്പെട്ടിങ്ങനെ പോയല്ലോ, ആ ഒരു സീൻ നമുക്ക് ഓർമ്മ വരും, ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ മറീൻസിൻ്റെ ആ ഒരു ബോട്ടിൽ ഇപ്പോൾ ആകെ ഉള്ള എഴുന്നേറ്റ് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിസാരു മാത്രമാണ് ഇപ്പം ബോധത്തോടെ നിൽക്കുന്നത്. അപ്പം കിസാരു ഫോൺ എടുത്തിട്ട് അക്കൈനുവിനോട് പറയാണ്, നീ സൗണ്ട് കുറച്ച് കുറയ്ക്കും, നീ ഭയങ്കര സൗണ്ടാന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അക്കൈനു ചോദിക്കുകയാണ്, ഇപ്പം നീ വന്ന് ഫോൺ എടുത്തേ, ബാക്കിയുള്ളവരൊക്കെ എവിടെ, ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് പറ്റി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കിസാരു പറയാണ്, അവന്മാരെല്ലാം ഇപ്പോൾ ഇവിടെ ബോധം കെട്ട് കിടക്കുകയാണ്, വായിൽ നിന്ന് ഒരേം പതയം വന്ന് എല്ലാവരുടെയും ബോധം പോയി കിടക്കുകയാണ് എന്നിങ്ങനെ പറയുന്നത്. അപ്പോൾ അക്കൈനു ചോദിക്കുകയാണ്, നമ്മുടെ 5 ഡേയ്സിലെ സാറ്റേണിന് എന്ത് പറ്റി, മറ്റവർ വന്നിട്ടും പുള്ളി വന്നില്ലല്ലോ, പുള്ളി സേഫ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ എഗ്ഹെഡിലെ ആ പവർ സ്റ്റേഷൻ, അതിൻ്റെ കാര്യം എന്തായി, നമ്മുടെ ലൂഫിയും പിന്നെ എൽബാഫിലുള്ളവരും അവരൊക്കെ രക്ഷപ്പെട്ടോ, എന്താ അവസ്ഥ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കിസാരു ഇപ്പോൾ ആകെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. കിസാരു പറയുകയാണ്, ഇവിടെ ഉള്ള ആർക്കെങ്കിലും ഒക്കെ ബോധം വന്നു കഴിഞ്ഞിട്ട് നിനക്ക് റിപ്പോർട്ട് തരാൻ ഞാൻ പറയാം എന്നിങ്ങനെ പറഞ്ഞിട്ടൊരു ഫോൺ വെക്കാനുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അക്കൈനു പറയുന്നുണ്ട്, നീ ചുമ്മാ ഉഴപ്പരുത്, നീ ഭയങ്കര ഉഴപ്പാണ് ഇപ്പോൾ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കിസാരു തന്നെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ പൊളിഞ്ഞു. അപ്പോൾ കിസാരു അക്കൈനുവിനോട് ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴെങ്കിലും നിന്റെ ഉറ്റ സുഹൃത്തിനെ നിന്റെ കൈകൊണ്ട് കൊല്ലേണ്ട ഗതികേട് നിനക്ക് വന്നിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ അക്കൈനു ഒരു നിമിഷം ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്.
പിന്നെ നമ്മളൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്, അതായത് കിസാരുവും വെഗാപ്പങ്കും ഒക്കെ തമ്മിലുള്ള അവരുടെ ആ ഒരു ബോണ്ട് കാണിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുന്നുണ്ട്. വെഗാപ്പങ്കിനെ നേവി അറസ്റ്റിലാക്കി കൊണ്ടുവന്നപ്പോൾ ആദ്യം കിസാരു വെഗാപ്പങ്കുമായിട്ട് പരിചയപ്പെടുകയാണ്. അപ്പം വെഗാപ്പങ്ക് പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് എത്രയാണ് എനിക്ക് പൈസ നിങ്ങൾ തരാൻ പോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കിസാരു അതെന്താണെന്ന് അറിയാത്ത രീതിയിൽ ഇങ്ങനെ ഞെട്ടുന്നു. അപ്പോൾ വെഗാപ്പങ്ക് പറയുകയാണ്, നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തത് എൻ്റെ ബ്രെയിൻ നിങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ, അപ്പോൾ എൻ്റെ റിസർച്ചിന് വേണ്ടി നിങ്ങൾ എത്ര ഫണ്ട് ചെയ്യും എന്നാദ്യം പറ എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് കിസാരു പറയുന്നുണ്ട്, നിങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു മനുഷ്യൻ തന്നെയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നമ്മളെ കാണിക്കുന്നത് അവരുടെ എക്കഡ് ഐലൻഡിൻ്റെ നിർമ്മാണമാണ്. അപ്പോൾ അതിലൊക്കെ കിസാരു പാർട്ടായിരുന്നല്ലോ. അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മളെ കൂമയുടെ ആ ബാക്ക് സ്റ്റോറി കാണിച്ച ടൈമിലെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവരെല്ലാം പണിയെടുക്കുന്നുണ്ട് അവിടെ ഐലൻഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ളതിൽ. കിസാരു, സെൻറ്റോമാരു, കൂമ, പിന്നെ ബോണി, വെഗാപ്പങ്ക് ഇവരെല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്ന കുറേ മൊമെൻറ്റ്സ് നമ്മളെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ഐലൻഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിസാരു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ കിസാരു പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഒരു അഡ്മിറലാണ്, അതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരാകെ ഒരു സന്തോഷം രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. പിന്നെ നമ്മളെ കാണിക്കുന്ന ആ ഒരു ബീം ഷൂട്ട് ചെയ്തിട്ട് വെഗാപ്പങ്കിനെ കിസാരു കൊല്ലുന്ന ആ ഒരു സീൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കിസാരുവിൻ്റെ കണ്ണിലെ ആ ഒരു കൂളിംഗ് ഗ്ലാസ്സിൽ വെഗാപ്പങ്ക് ഇങ്ങനെ മറിഞ്ഞ് വീണ് കിടക്കുന്ന ആ ഒരു ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന നമ്മളെ കാണിക്കുന്നു. അപ്പോൾ ഈ മുമ്പൊരു ചാപ്റ്ററിൽ കിസാരു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡ്സ് കൊണ്ടുവരണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് വേറൊരു രീതിയിൽ നമുക്ക് ആകെ വിഷമിപ്പിക്കുന്ന ഒരു രീതിയിൽ അതിപ്പോൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അക്കൈനുവിനോട് കിസാരു പറയുവാണ്, ഇത്രയൊക്കെ അറിഞ്ഞിട്ട് ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ട് ഞാൻ ഉഴപ്പുകയാണെന്ന് പറയാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു അക്കൈനു എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ആകെ വിഷമിച്ചിരിക്കുന്ന വിഷമവും ദേഷ്യവും ഒക്കെ കലർന്ന ടോണിൽ അക്കൈനുവിനോട് കിസാരു പറയുകയാണ്, നിനക്ക് എന്നെ അത്രയ്ക്ക് സംശയമാണെങ്കിൽ നീ ഇവിടെ വന്ന് നോക്കടാ നന്ദി കെട്ടവനെ എന്നിങ്ങനെ പറയുന്നുണ്ട്. പുള്ളി ആകെ ഫുള്ള് ദേഷ്യം, പുള്ളി ബ്രോക്കായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അക്കൈനുവിന് കാര്യം മനസ്സിലായി, പണി വാളിയെന്ന് മനസ്സിലായി. അപ്പോൾ അക്കൈനു പറയുന്നുണ്ട്, സോറി ക്ഷമിക്കണം, ഞാൻ അങ്ങ് അറിയാതെ പറഞ്ഞു പോയതാ എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ കിസാരു പറയാണ്, നീ എന്തെങ്കിലും പറയുന്നതിന് നാക്കെടുത്ത് വളയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നമ്മളെ കാണിക്കുന്ന എൽബാഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എൽബാഫിൻ്റെ ഒരു ജയൻസിൻ്റെ ഷിപ്പും പിന്നെ സണ്ണിയാണ് ഇങ്ങനെ കാണിക്കുന്ന ആ സൈസ് ഡിഫറൻസ് നോക്കിയോ, രണ്ടും കൂടി ഇപ്പോൾ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ സൈസ് ഡിഫറൻസ്. അവരുടെ പാർട്ടി എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഫ്രാങ്കി പറയുന്നുണ്ട്, വളരെ പെട്ടെന്ന് പാർട്ടി കഴിഞ്ഞല്ലോ, ഇതിങ്ങനെ നടക്കാത്തതാണല്ലോ എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ ജിംബെ അതുപോലെ പറയുകയാണ്. അതേപോലെ തന്നെ ലൂഫി ആകെ ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണ്. ഇത് ഭയങ്കര അങ്ങനെ സാധാരണ ഉണ്ടാവാറില്ലല്ലോ, ആകെ നേരത്തെയൊക്കെ എയ്സ് മരിച്ചപ്പോഴൊക്കെ ഉള്ളൂ ലൂഫി അങ്ങനെ അത്രയാകെ വല്ലാതെ ഇങ്ങനെ ഇരുന്നിട്ടുള്ളത്. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെഗാപ്പങ്കിനെ അവിടുന്ന് രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ, സ്റ്റെല്ല മെയിൻ ബോഡിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതായിരുന്നല്ലോ ലൂഫിയുടെ ലക്ഷ്യം. പുള്ളി പറഞ്ഞതും എഖഡിന്ന് എന്നെ രക്ഷിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ എന്നായിരുന്നല്ലോ ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഫ്രാങ്കി പറയുകയാണ്, നമ്മളെ ആരൊക്കെ എതിർക്കാൻ വന്നു, 5 എൽഡേഴ്സ് വന്നു, പിന്നെ ഒരു അഡ്മിറൽ ഉണ്ടായിരുന്നു, CP0, പിന്നെ സെറാഫിംസ്, അതിനുശേഷം പിന്നെ നേവിയുടെ ബാറ്റിൽ ഷിപ്സ് എല്ലാം വന്നു. അപ്പോൾ ഇത്രയും ഉണ്ടായിട്ട് നമ്മൾ അവിടുന്ന് ജീവനോടെ രക്ഷപ്പെട്ടത് തന്നെ വലിയ കാര്യമല്ലേ, അങ്ങനെ ചിന്തിക്കണ്ടേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ജിംബെ പറയുകയാണ്, താൻ പറയുന്നത് കറക്റ്റാണ്, എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്നു. പിന്നെ കാണിക്കുന്നത് വെള്ളം അടിച്ചുകൊണ്ട് സോറോ ഒടുങ്ങിയിരിക്കുകയാണ്. സോറോ എന്നിട്ട് പറയുന്നത്, ലൂഫി എന്തായാലും ഇപ്പോൾ എംബറൊക്കെ ആയില്ലേ, അപ്പോൾ ഒരാളിങ്ങനെ ഒരു പ്രായമായ മനുഷ്യൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുക, അത് അത്രയൊന്നും അവനെ ഇതൊന്നും അഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ സോറോയും പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ അവരിങ്ങനെ പറയുന്നുണ്ട്, അത് കുറച്ച് കൂടിപ്പോയി, സോറോ ആ പറഞ്ഞ കുറച്ച് കൂടിപ്പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെ കാണിക്കുന്ന ലിലിത്ത് എഴുന്നേക്കുകയാണ്. അവിടെ എല്ലാവരും ഇരിപ്പുണ്ട്, ഉസോപ്പ് ഇരിപ്പുണ്ട്, ചോപ്പറുണ്ട്, നാമിയുണ്ട്, സാഞ്ചിയുണ്ട്, അവരെല്ലാം അടുത്തിങ്ങനെ ഇരിപ്പുണ്ട്. അപ്പം ചോപ്പർ ഇങ്ങനെ പറയുകയാണോ, നീ എഴുന്നേറ്റല്ലോ, രക്ഷപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നാമിയും ചോദിക്കുന്നുണ്ട്, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നു. സാഞ്ചി അവിടെ ലിലിച്ചാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചാടി ചെല്ലുകയാണ് 4 കാലയിൽ. ഇതൊക്കെ ഇനി ആനിമേറ്റ് ചെയ്ത് വരുമ്പോൾ സാഞ്ചിയെ കുറച്ചുകൂടെ വഷളനാക്കി കാണിക്കും. അപ്പോൾ ലിലിത്ത് അവരുടെ ആ ഹെഡ്സെറ്റിൽ ഇങ്ങനെ കൈവച്ചിട്ട് എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബീപ് ബീപ് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരാ ഇരിക്കുന്ന സോഫ നോക്കിക്കേ, അതിൽ ഏണി വെച്ചാൽ കയറിയേക്കുന്നത്. ഇവർ 5 പേര് അതിനകത്തിരിക്കുന്നതുകൊണ്ട് ഉറുമ്പുകൾ ഇരിക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ അവർ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, ജയൻസിൻ്റെ ഷിപ്പല്ലേ, അപ്പോൾ എല്ലാ കാര്യങ്ങളും കുറച്ച് വലുതായിരിക്കും, അതിലിപ്പോൾ വലിയ അത്ഭുതമൊന്നും ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അവർ ലിലിത്തിനോട് പറയാണ്, നിന്നെ മാത്രമേ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ, ബാക്കി വെഗാപ്പങ്സിനെ ഒന്നും രക്ഷിക്കാൻ കഴിഞ്ഞില്ല, അതിന് ഞങ്ങളോട് ക്ഷമിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതായത് അറ്റ്ലസ് വന്ന് ലിലിത്തിനെ ഇങ്ങനെ അടിച്ച് ബോധം കെടുത്തി അവിടെ ഇട്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നിനക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായി കാണൂല എന്നിങ്ങനെ നാമി പറയുന്നുണ്ട്. ലിലിത്ത് പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, എനിക്ക് എന്താണ് നടന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ കേട്ടു. അപ്പോൾ സാഞ്ചി ചോദിക്കുകയാണ്, കേട്ടോ, എവിടുന്ന് കേട്ടു എന്നിങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ആ ഹെഡ്സെറ്റിൽ ഇങ്ങനെ കൈ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ലിലിത്ത്, അപ്പം അങ്ങനെ എന്തെങ്കിലും കാണും.
ഉടനെ പെട്ടെന്ന് ലിലിത്ത് ഇങ്ങനെ കരയാണ്, പൊട്ടിക്കരയാണ്. അപ്പോൾ ഉസോപ്പ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇവള് തന്നെയാണോ ഇവൾ വെഗാപങ്ക്, എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കരയുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ഉസോപ്പ് ചിന്തിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ലിലിത്തിന് ആ ഒരു ഇമോഷൻ മാറി കുറച്ച് സന്തോഷിച്ചൊക്കെ ഇരുന്ന് ലിലിത്ത് പറയണോ എനിക്ക് വിശക്കുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഉസോപ്പ് പറയണേ ഇത്ര പെട്ടെന്ന് നിനക്ക് നിന്റെ കരച്ചിൽ മാറിയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം ലിലിത്ത് പറയുന്നുണ്ട്, കാര്യം എനിക്കിപ്പം എന്താ വിശപ്പ് തോന്നാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ യോർക്കായിരുന്നല്ലോ ഇവർക്ക് വേണ്ടി ഫുഡ് കഴിക്കുന്നത്, ഇപ്പോൾ ഇവളെ അതെല്ലാം ഡിസ്കണക്റ്റ് ആക്കിയല്ലോ, സോ അതുകൊണ്ടാണ് വിശപ്പ് ഇപ്പം തോന്നുന്നതെന്ന് ഇങ്ങനെ ലിലിത്ത് ചിന്തിക്കുന്നുമുണ്ട്. അപ്പോൾ അവർ പറയുകയാണ് നിനക്ക് വിശപ്പുണ്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ല, ജയൻസിൻ്റെ ഷിപ്പിൽ ഇഷ്ടം പോലെ ഫുഡ് ഇവിടെ ഇരിപ്പുണ്ടെന്ന് ഇങ്ങനെ പറയുന്നു. അപ്പോൾ ബ്രൂക്ക് ഇങ്ങനെ കൊണ്ട് കാണിക്കുകയാണ് ഫുഡ് ഇരിക്കുന്ന ഒരു സ്ഥലം, പക്ഷേ അവിടെ കുറച്ച് ചെറിയൊരു പ്രശ്നമുണ്ട് എന്നിങ്ങനെ പറയുന്നു. നോക്കുമ്പോൾ എന്താ ലൂഫി അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ലൂഫി വിഷമിച്ചു അവിടെ ഇരിക്കുകയാണ്, വെഗാപങ്കിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ സ്റ്റെല്ലേ. അപ്പോൾ അതെല്ലാം പറഞ്ഞിട്ട് ലൂഫി ഇങ്ങനെ ഒരു മുന്തിരിങ്ങ വായിലേക്ക് ഇങ്ങനെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്, വലിയൊരു മുന്തിരിങ്ങ, ഒരു പീരങ്കിയുടെയൊക്കെ ആ ഒരു വെടിയുണ്ടയുടെ അത്ര സൈസിലുള്ള ഒരു മുന്തിരിങ്ങ. അപ്പോൾ ചോപ്പറും എടുത്തിരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ലൂഫി ഭയങ്കര വിഷമിച്ചിരിക്കുക, അതുകൊണ്ട് ലൂഫിക്ക് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, ആകെ ഒരു 5 കൊല മുന്തിരിങ്ങ മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലുത് ഒരെണ്ണത്തിൽ 5 കൊല. അപ്പോൾ അത് കേട്ട് ലിലിത്ത് തന്നെ പറയുന്നുണ്ട് അത് തന്നെ കൂടുതലാ എന്നിങ്ങനെ പറഞ്ഞിട്ട് ലിലിത്ത് ആകദേശപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം ലിലിത്ത് പറയാണോ അപ്പം ലൂഫി വെഗാപങ്കിൻ്റെ മെയിൻ ബോഡി രക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ള ആ ഒരു വിഷമത്തിലാണ് ഇരിക്കുന്നത് അല്ലേ, ഞാനിപ്പോൾ അതിനെപ്പറ്റി കേട്ടു എന്നിങ്ങനെ പിന്നെയും പറയുന്നുണ്ട്. അപ്പോൾ സാഞ്ചി പറയാം ഇവൾ എവിടുന്ന് കേട്ടു എന്നായി പറയുന്നത് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ലിലിത്ത് അവരുടെ അടുത്ത് പറയുന്നുണ്ട് കുറച്ച് മുമ്പ് വരെ ഞാനും ഇതൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു, അതാണ് ഞാൻ കരഞ്ഞത്. പക്ഷെ പിന്നെ ഒന്ന് ഇരുത്തി ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത്, കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ എല്ലാവരും ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്, ആരും മരിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ ഞെട്ടുന്നുണ്ട്, എല്ലാവരും ജീവിച്ചിരിപ്പുണ്ടെന്നു. അതായത് ഫങ്ഷണലി എല്ലാവരും മരിച്ചു, പക്ഷേ സയന്റിഫിക്കലി ഇപ്പോൾ ലിലിത്ത് അലൈവ് ആണല്ലോ, സോ വെഗാപങ്കിൽ ഒരാളുണ്ട്, അപ്പോൾ വെഗാപങ്ക് ഇപ്പോഴും അലൈവ് ആണ്, മനസ്സിലായി? അങ്ങനെയാണ് ടെക്നിക്കലി വരുമ്പോൾ സംഭവം നടക്കുന്നത് എന്നിങ്ങനെ ലിലിത്ത് പറഞ്ഞവരെ മനസ്സിലാക്കുന്നു. അപ്പോൾ എന്നെ സേഫ് ആക്കിയല്ലോ, സോ അപ്പോൾ ലൂഫിയുടെ പ്രോമിസ് കീപ്പ് ചെയ്തു എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ലൂഫിക്ക് ഒരു സന്തോഷമൊക്കെ വരുന്നുണ്ട്. ലൂഫി നേരെ ചാടി ജയൻസിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് നന്ദിയൊക്കെ പറയുന്നുണ്ട്, ഞങ്ങളെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദി എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ നമ്മുടെ ഒയ്മോയും കാശിയും ഉണ്ട്, നമ്മുടെ എനീസ് ലോബിയിലെ ആ ജയൻസ് ഉണ്ടല്ലോ, അവരിങ്ങനെ പറയുന്നുണ്ടോ അപ്പോൾ നിനക്കിപ്പോൾ സന്തോഷമായി അല്ലേ സ്ട്രോ ഹാറ്റ്, നിൻ്റെ ആ ഒരു വിഷമമൊക്കെ മാറിയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അവരൊരു പാർട്ടി നടത്താൻ വേണ്ടിയിട്ട് പോവാണ്, ഫുഡ് കൊണ്ടുപോവാ കള്ള് കൊണ്ടുപോവാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സോറോയോടും പറയുന്നു ലൂഫി എല്ലാം റെഡിയായി കയറി വാ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ റോബിനെ കാണിക്കുന്നുണ്ട്. റോബിൻ അവിടെ ചോപ്പറിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ് നമ്മൾ എൽബാഫിലേക്ക് പോവാണ്, അപ്പോൾ സോൾ അവിടെ കാണുമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഡേറെ ഷിഷിയെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ആകെ സന്തോഷിച്ചിരിക്കുകയാണ് റോബിനൊക്കെ. അപ്പോൾ നമ്മുടെ ജയൻസ് ലൂഫിയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, വെഗാപങ്ക് പറഞ്ഞല്ലോ വൺ പീസ് കണ്ടുപിടിക്കുന്ന ആളായിരിക്കും ഈ ലോകത്തിൻ്റെ വിധി തന്നെ മാറ്റിമറിക്കുന്നതെന്ന് വെഗാപങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ആരായിരിക്കും അത് കണ്ടുപിടിക്കുന്നത് സ്ട്രോ ഹാറ്റ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അവർ ലൂഫിയുടെ അടുത്ത്. അപ്പോൾ ലൂഫി പറയാണ് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ ഞാൻ എൻ്റെ യാത്ര തുടങ്ങിയത് തന്നെ, അപ്പോൾ ഞാൻ തന്നെ കണ്ടുപിടിക്കും, അതിലിപ്പോൾ നിങ്ങൾ എനിക്കെതിരെ നിന്നാലും നിങ്ങളോടാണെങ്കിലും ഞാൻ ഫൈറ്റ് ചെയ്യും, എന്തായാലും ഞാൻ പൈറേറ്റുകളുടെ രാജാവ് തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ലൂഫി ആകെ എൻജോയ്മെൻറ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും ചിയേഴ്സ് പറയുന്നത് നമുക്ക് കാണാം, ഒരു നല്ലൊരു പാനൽ ഇങ്ങനെ കാണാം, അവർ ആകെ ഫുള്ള് ഇങ്ങനെ പാർട്ടി നടത്തുന്നത്. അപ്പോൾ ഷിപ്പ് നേരെ എൽബാഫിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എൽബാഫ് കാണിക്കുന്നുണ്ട്. എൽബാഫിൽ ഒരാളിങ്ങനെ കള്ളൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു നമ്മളെ പണ്ട് ജോയ് ബോയിയൊക്കെ കാണിച്ച പോലെ ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് ഇങ്ങനെ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഇതേ രൂപമൊക്കെ ഉള്ള ഒരാൾ നമ്മുടെ ട്വിൻ കേപ്പിലുള്ള ക്രോക്കസ് ഉണ്ടല്ലോ, റോജറിൻ്റെ ക്രൂവിലുള്ള ക്രോക്കസിൻ്റെ കൂടെ ഇരുന്നിട്ട് വെള്ളം അടിക്കുന്ന ഒരു ഫോട്ടോ കവർ പേജായിട്ട് ഒരു ചാപ്റ്ററിൽ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അയാളാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതിലും അയാളെയും പുറംതിരിഞ്ഞിരിക്കുന്നതാണ് കാണിച്ചേക്കുന്നത്, മുഖം കാണിച്ചിട്ടില്ല. അപ്പോൾ അത് ഗോൾഡൻ ലൈൻ ഷിക്കി ഉണ്ടല്ലോ, നമ്മുടെ ഇമ്പൽ ഡൗണിൽ നിന്ന് ആദ്യം രക്ഷപ്പെട്ട പ്രിസണർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അയാളാണ് എന്നിങ്ങനെ ചിലർ പറയുന്നുണ്ട്. അതല്ല, മറ്റേ റോജറിൻ്റെ ക്രൂവിലുണ്ടായിരുന്ന സ്കോപ്പർ ഗബാൻ എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്, പുള്ളി ആയിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിപ്പോൾ ആരാണെന്ന് നമുക്കറിയില്ല, എന്തായാലും ഒരാളോട് ഇങ്ങനെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച ബ്രേക്കാണ്, അപ്പോൾ ഇനി അടുത്ത മാസമേ അടുത്ത ചാപ്റ്റർ ഉള്ളൂ. സോ അതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് അടുത്ത മാസം കാണാം. അപ്പോൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞത് മറക്കണ്ട, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മാക്സിമം നിങ്ങളുടെ വൺ പീസ് മാങ്ക ഫോളോ ചെയ്യുന്ന ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.